ഹലോ, അപ്പം ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ഡേഡിയിട്ടുള്ള ദിവസം കാണിച്ചു തരാമേ. ഞാൻ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ട്. വീഡിയോ എടുക്കുന്നൊന്നും അലൗഡ് ആണോ എന്ന് പോലും എനിക്ക് അറിയാണ്ടും ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ രാവിലെ എണീച്ചപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ ഒരു ശേഷിയില്ല എനിക്ക്. ഞാനാണെങ്കിലും ഞാൻ ആലോചിക്കുക, സിക്ക് ലീവ് പറയണോ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയണോ, വയറിളക്കാന്ന് പറയണോ, ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയായിരുന്നു. പിന്നെ പോയല്ലേ പറ്റൂ. അങ്ങ് എണീച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോർമലി വാറൊക്കെ കഴിഞ്ഞ പിന്നെ അത്ര തിരക്കില്ലാത്ത ടെർമിനലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് വയ്യ. ഞാനിങ്ങനെ അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന് തല എങ്ങനെ കൊണ്ട് ഭിത്തിയിലൊക്കെ ഇടിപ്പിച്ചാലോ അങ്ങനെ ഒരു മൂഡായിരുന്നു എനിക്ക്. തീരെ വയ്യ, അത്ര തിരക്കും, ഭയങ്കര പെസ്റ്റേഴ്സ്. അപ്പം ഞാൻ സ്ട്രെസ് റിലീഫിന് എന്ത് ചെയ്തു, കുറച്ച് നേരം ഫ്ലൈറ്റൊക്കെ പോയിരുന്നെങ്കിൽ കണ്ടു. ഒരു ക്യാബിൻ ക്രൂ ആവണമെന്ന് ഇങ്ങനെ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഫ്ലൈറ്റ് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തൂങ്ങുന്നത് കണ്ടപ്പോൾ എന്നോട് അവർ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങ് കൊച്ചേ, പോയി കിടന്ന് ഉറങ്ങ് കുറച്ച് നേരം. അപ്പം ഞാൻ ഉറങ്ങാൻ പോയപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെയും കുറച്ച് നേരം ഫ്ലൈറ്റൊക്കെ പോയിരുന്ന് കണ്ട് തിരിച്ച് ഓഫീസിലേക്ക് വന്നപ്പം അവിടുന്ന് ഫ്രണ്ട് ഒരുത്തൻ പാകിസ്ഥാനിൽ നിന്നപ്പം കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നു. എനിക്ക് പാകിസ്ഥാനി സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. പ്രത്യേകിച്ച് ഇവരുടെ ഈ മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ, കാരണം ഞാൻ ഷുഗർ ഡയറ്റിലാണ് ഗൈസ്. ഞാൻ തടിയൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു 3-4 ബാക്കി വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ആ 3-4 അങ്ങ് കഴിച്ചു, കാരണം അത് വെറുതെ കളഞ്ഞാൽ എൻ്റെ മനസ്സിനെ സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. വീട്ടിൽ പോവാതെ പറയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീടെത്തുന്നവരെ എൻ്റെ കട്ടിൽ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പഞ്ചോട്ടൊക്കെ ചെയ്ത് ഇന്ന് മെട്രോയിൽ തീരെ തിരക്കില്ലായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നത് ഈ ഈദ് ഹോളിഡേയ്സൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ലീവാണല്ലോ, നമ്മളെപ്പോലുള്ളവർക്കല്ലേ ലീവ് ഇല്ലാത്തുള്ളൂ. എല്ലാവർക്കും ലീവ് തന്നെ, നല്ല തിരക്ക് കുറവായിരുന്നു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സർപ്രൈസിംഗ്ലി സച്ചി സഖിയും അവിടെ വന്നിരിക്കുന്നു. എൻ്റെ ബാഗൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കരുതി മെയിലൊക്കെ ഇല്ലാത്ത നല്ല ചെക്കന്മാരായിട്ടാണ്. അല്ല, ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ ബാഗ് എടുത്തപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എടുക്കൂല, കയ്യിൽ വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ജ്യൂസും ബിരിയാണിയൊക്കെ കഴിച്ചു ഗൈസ്. ഞാൻ ജ്യൂസ് കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞവർ ഒരു അവിൽ മിൽക്ക് വാങ്ങി തരുമെന്നായി. അവസാനം വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരെ നഗ്നശക്തി മനസ്സിലാക്കുന്നത്. അവിൽ മിൽക്ക് കഞ്ഞിവെള്ളം പോലെ ഉണ്ടായിരുന്നു, അത് കുടിക്കാൻ കൊള്ളില്ലായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സർപ്രൈസിംഗ്ലി ഇവന്മാരെനിക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊണ്ണാൾക്ക് എനിക്ക് ബിരിയാണി വാങ്ങി തരുമ്പോൾ പറഞ്ഞോടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അവരത് പറഞ്ഞില്ല. അപ്പം എനിക്കത് അധികം കഴിക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. അത് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നങ്ങ് ഉറങ്ങി, കാരണം എനിക്ക് തല പൊട്ടിപ്പൊളക്കായിരുന്നു. എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പൊട്ടിപ്പൊളക്കായിരുന്നു. അങ്ങനെ ഞാൻ കയറി കിടന്നങ്ങ് ഉറങ്ങി.